എന്തിനാ വാതിലടച്ചത്? അമ്മ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഇനിയും മാറിയിട്ടില്ലെന്ന് കരുതില്ലേ? നിങ്ങൾ ഒരിക്കലും മാറില്ലാന്ന് എനിക്കല്ലേ അറിയുള്ളൂ. നിനക്കറിയാം ശിവാനി, പക്ഷെ അമ്മയ്ക്കതറിയില്ലല്ലോ. അമ്മ ഒരു പാവമല്ലേ. കാലി വീഴുന്ന ഉടനെ തന്നെ എന്നോട് ക്ഷമിക്കുകയും ചെയ്തു. ഓ, വലിയ നാടകമാണല്ലോ നടന്നിരിക്കുന്നത്. സാരല്ല, വിട്ടേക്ക്. വല്യമ്മയും ഒരു സ്ത്രീയാണല്ലോ. ഒരു സ്ത്രീയുടെ കാലില് പശ്ചാത്തപിച്ച് വീണെങ്കില് നിങ്ങളുടെ അഹങ്കാരം കുറച്ചെങ്കിലും കുറഞ്ഞിരിക്കണമല്ലോ. നോ, നെവർ. പെൺകുട്ടികളുടെ കാലിൽ വീഴുക എന്നുള്ളത് എനിക്ക് പുത്തിരായിട്ടുള്ള കാര്യമല്ല. ചില ആളുകൾ ആട്ടും, ചില ആളുകൾ തുപ്പുകയും ചെയ്യും. ചില ആളുകൾ മനുഷ്യനാണോന്ന് ചോദിക്കും. എന്നാൽ ചില ആളുകളോ എന്നെ മായക്കണ്ണനെന്ന് വിളിക്കും. ഇങ്ങനെ പല പല പേരുകളിട്ട് എന്നെ ആൾക്കാരെ വിളിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ എല്ലാ സ്ഥലത്തും എല്ലാ ആൾക്കാരെയും ഞാൻ ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്യും. അവരെയൊക്കെ പറ്റിച്ചു എന്ന് കരുതി നിങ്ങൾ ജയിച്ചെന്ന് വിചാരിക്കണ്ട. ഓഫ് കോഴ്സ്, നീ ജയിച്ചു എന്ന് അഹങ്കരിക്കേണ്ടെന്ന് പറയാൻ വേണ്ടിയാ ഞാൻ ഇവിടേക്ക് വന്നത്. നമിതയ്ക്ക് ഒരു അന്യായം സംഭവിച്ചതും അതിന് കാരണക്കാരൻ ഞാനാണെന്നും നിന്റെ ബുദ്ധി സാമർഥ്യം കൊണ്ട് നീ തെളിയിച്ചു. പോലീസ് പരീക്ഷയിൽ നീ പാസ്സാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ കൊടുക്കുന്ന പരീക്ഷയിൽ നീ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിരിക്കുക. എന്നാൽ എന്റെ കാര്യത്തിൽ നിനക്ക് ജോലി കിട്ടില്ല, അംഗീകാരം മാത്രമേ കിട്ടൂ. എങ്ങനെ? വീട് അലങ്കരിക്കുന്നത് ഉത്സവത്തിന് മാത്രമല്ല, അതിന് വേറെയും കാര്യങ്ങളുണ്ട്. അതിനൊരു വലിയ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, നിനക്ക് നടന്ന കല്യാണോ എനിക്ക് നടക്കാതെ പോയ കല്യാണോ. കുറച്ചും കൂടെ തെളിച്ച് ഞാൻ പറയട്ടെ. നീയും വിജയായിട്ടുള്ള കല്യാണ നിശ്ചയം നടന്നു കഴിഞ്ഞതാ. നീ കാസർഗോഡ് വരെ കൂട്ടിക്കൊണ്ടുപോയ ഗൗതമുമായിട്ട് നിനക്കെന്തോ തെറ്റായ ബന്ധമുണ്ടെന്ന് ആ മണ്ടൻ വിജയ് അറിയാതെ പറഞ്ഞുപോയി. അതിനവനെ ഓട്ടിച്ചിട്ട് ചവിട്ടി കൂട്ടിക്കളഞ്ഞു ആ ഗൗതം. അവരെന്തോ കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്തു പോയി. അതിനുശേഷം മീനിന് വേണ്ടി കാത്തിരിക്കുന്ന കൊക്കിനെ പോലെ കാത്തിരുന്ന പ്രദീപ് നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ്. എന്നാൽ നിനക്കിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശീലമായി കഴിഞ്ഞല്ലോ. മരിച്ചാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് നീ അങ്ങ് രക്ഷപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ വിധിയിൽ വേറൊരു ട്വിസ്റ്റ് കൂടെ ഉണ്ടല്ലോ. എൻ്റെ അമ്മ ഗൗതമിൻ്റെ കൈ കൊണ്ട് നിന്റെ കഴുത്തിൽ താലി കെട്ടിച്ചു. ഇത് ആരും പ്രതീക്ഷിച്ചതല്ല, ഞാൻ പോലും. ഇത് എൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ലക്ഷ്മി എൻ്റെ ഭാര്യയാക്കി കഴിഞ്ഞാൽ ഞാൻ ചെയ്ത കൊലപാതകങ്ങളും അക്രമങ്ങളും അങ്ങനെ എല്ലാം തന്നെ മറന്നു പോകുന്ന കരുതിയെ. പക്ഷെ എന്തായി? നിന്റെ കല്യാണം കഴിഞ്ഞു, എനിക്കാണെങ്കിൽ നടന്നതുമില്ല. അതൊക്കെ കഴിഞ്ഞില്ലേ? ഗൗതം ചേട്ടൻ, ഞാൻ അറിയാതെ എന്റെ കഴുത്തിൽ താലി കെട്ടിയതില് എനിക്ക് ദേഷ്യമുണ്ട്. നിങ്ങൾക്ക് ലക്ഷ്മിയെ കിട്ടാതെ ആ കല്യാണം നീട്ടിവെക്കാൻ എനിക്ക് കഴിഞ്ഞില്ലേ? അതിനുശേഷം എന്താ ഉണ്ടായത്? വീണ്ടും കല്യാണത്തിന് മുഹൂർത്തം കുറിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ നമിതയെ കൊണ്ടുവന്നു. തെളിവുകളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. നാട്ടുകൂട്ടവും നടത്തി. എന്ത് സംഭവിച്ചു? നിങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് ശക്തമായ തെളിവുകൾ കൊണ്ടുവന്ന് നിങ്ങളുടെ അഹങ്കാരം ശമിപ്പിച്ചു. ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ല. നമിതയെ ഇനി ഞാൻ കല്യാണം കഴിച്ചേ പറ്റൂ, അത് ഉറപ്പായി. പക്ഷേ കല്യാണ പെണ്ണെവിടെ? ആശ, ദോശ, പപ്പടം, വട. ഞാൻ അവൾ എവിടെയുണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ അവളെ കടത്തിക്കൊണ്ടുപോയി ഗോഡൌണിൽ പൂട്ടിയിടും. ആർക്കറിയാം, ഇപ്രാവശ്യം അവളെ നിങ്ങൾ കൊന്നു കുഴിച്ചു മൂടും. സോ ചിരഞ്ജീവി ലക്ഷ്മി സൗഭാഗ്യവതി ശ്രീ നമിതയെ എവിടെ, എപ്പോ, എങ്ങനെ കൂട്ടിക്കൊണ്ടു വരണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആദ്യം കല്യാണത്തിന് മുഹൂർത്തം കുറിക്കട്ടെ ബ്രദർ. ഗുഡ്, നിന്റെ വഴി നിനക്ക്. പക്ഷെ ഞാൻ വളരെ ശാന്തനാണ്, ശാന്തമായിട്ടിരിക്കും. ഇത്ര ധൈര്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഈ കല്യാണം മുടക്കാൻ വേറെ എന്തെങ്കിലും പദ്ധതി ഉണ്ടാവുമോ? ഉണ്ടാവുമായിരിക്കും. അതുകൊണ്ട്
ഞാൻ കുറച്ച് സൂക്ഷിക്കുന്നത് നല്ലതാ. നമിതയുടെ കഴുത്തില് നിർബന്ധിച്ചാണെങ്കിലും താലി കെട്ടിക്കണം. എങ്കിലേ ഇവന്റെ അഹങ്കാരം അടങ്ങും. ഞാൻ പ്രതീക്ഷിച്ചതാണ്. കല്യാണം ക്യാൻസലായ ഉടനെ നീ സ്കൂളിലേക്ക് വീണ്ടും തിരിച്ചു പോകുമെന്ന്. കയ്യിലെ പുസ്തകങ്ങളൊക്കെ വച്ച് സരസ്വതി ദേവിയെ പോലെ വരുമെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നീ എനിക്ക് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആചാരപ്രകാരം സാരി ഉടുത്ത ഒരു അപൂർവ സുന്ദരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ലക്ഷ്മി, ഗുഡ് മോർണിംഗ് ലക്ഷ്മി. ഗുഡ് മോർണിംഗ്. ലക്ഷ്മി ഒന്ന് നിൽക്ക്. സ്കൂളിലേക്കല്ലേ? അതെ. ഒരു മിനിറ്റ് ഒന്ന് നിന്നേ. ആ ദേവരാജനുമായിട്ടുള്ള വിവാഹം മുടങ്ങിയല്ലേ? നടന്നതെല്ലാം മറന്നിട്ട് വീണ്ടും താൻ സ്കൂളിലേക്ക് വരുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ലക്ഷ്മി സ്കൂളിലേക്കല്ലേ വരുന്നത്? ബ്രേക്ക് ടൈമിൽ നിനക്ക് സംസാരിച്ചാൽ പോരെ? അതല്ലാതെ ഇങ്ങനെ വഴിമുടക്കി റോഡിൽ വെച്ച് സംസാരിക്കുന്നത് ശരിയാണോ? അതിന് ഞാൻ വഴി തടഞ്ഞില്ലല്ലോ. അത്രയ്ക്കുള്ള ധൈര്യമൊക്കെ നിനക്ക് ഉണ്ടോടാ? വേണ്ട ഏട്ടാ, ഞാൻ പോകുന്ന വഴിക്ക് ശശികുമാറിനെ കാണുന്നു. അത് കണ്ട് ഏട്ടൻ വരുന്നു. നിങ്ങൾ തമ്മിൽ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എനിക്ക് പേടിയുണ്ട്. എന്താ ലക്ഷ്മി, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരാമെന്ന് പറഞ്ഞല്ലേ, പിന്നെന്തു പറ്റി? ഏട്ടൻ എന്തോ കാര്യത്തിന് വേണ്ടി പുറത്തു പോയതല്ലേ. എനിക്കാണെങ്കിൽ സ്കൂളിലെത്താൻ ലേറ്റുമായി. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇറങ്ങിയത്. വഴിയിൽ വെച്ച് ശശികുമാർ സാറിനെ കണ്ടു. ദേവാ, എന്താ? ദേഷ്യപ്പെടല്ലേ ഗൗതം? ഞാനും ഇതുവഴി പോവുമായിരുന്നു. അപ്പോഴാ ലക്ഷ്മിയെ കണ്ടേ. എൻ്റെ അനിയത്തി ശിവാനിയെ നിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാമെന്നാണ് വിചാരിച്ചത്. നാട്ടുകൂട്ടത്തിൽ അവൾ നിന്റെ വീട്ടിലാണ് കഴിയേണ്ടതെന്ന് തീരുമാനിച്ചിരിക്കുകയല്ലേ? എൻ്റെ വീട്ടിലോട്ട് വന്ന് പ്രത്യേകമായിട്ട് ഇരിക്കാനല്ല, എല്ലാവരോടും സഹകരിച്ച് കുടുംബം നടത്തിക്കൊണ്ട് പോകാനാണ്. അതെ ഗൗതം, ഇന്ന് നല്ല ദിവസമാണ്. വൈകുന്നേരം നല്ലൊരു മുഹൂർത്തമുണ്ട്. അപ്പോൾ കൂട്ടിക്കൊണ്ടുവരാമെന്ന് ലക്ഷ്മിയോട് പറയാൻ വേണ്ടിയാണ് ഞാൻ നിന്നത്. ഇനി എന്ത് വിഷയം വരുന്നാലും അതെൻ്റെ സഹോദരി ലക്ഷ്മിയോട് പറയേണ്ട ആവശ്യമില്ല. എന്തുണ്ടെങ്കിലും എന്നോട് പറയാലോ. എന്താ ഗൗതം, എന്തൊക്കെയായാലും ഇവളെന്നെ മുറപ്പെണ്ണല്ലേ? ഐ മീൻ, നമ്മൾ അടുത്ത ബന്ധുക്കളല്ലേ? മാത്രമല്ല, എൻ്റെ സഹോദരിയെ നീ കല്യാണം കഴിക്കുകയും ചെയ്തു. അതുപോലെ നിന്റെ സഹോദരിയെ ഞാനും കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം ഇന്നലത്തോടെ വേണ്ടെന്ന് വെച്ചു. കാരണം എൻ്റെ അനിയത്തിയുടെ കാരുണ്യം കൊണ്ട് നമിതയ്ക്കൊരു പുതിയ ജീവിതം കിട്ടാൻ പോവാ. ഞാൻ ചെയ്ത തെറ്റിന് ഒരിക്കലും മാപ്പ് കിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അത് മനസ്സിൽ വെച്ച് എന്നൊരു ശത്രുവായി കാണരുത് ഗൗതം. എല്ലാവരും നന്നായിരിക്കണം. ലക്ഷ്മി, സമയം പോകുന്നു, കയറാൻ നോക്ക്. ആ ശരി ഏട്ടാ. ശശികുമാർ, സ്കൂളിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും വിഷയം നിങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് സ്കൂളിലായിക്കോണം.
ഇല്ലെങ്കിൽ നേരെ എൻ്റെ വീട്ടിലോട്ട് വന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക്. അല്ലാതെ വഴിയിൽ വെച്ച് വേണ്ട. ശരി. ഉം. ശശികുമാർ, എന്താ സാർ? ലക്ഷ്മിയുടെ എൻ്റെയും കല്യാണം മുടയും കഴിഞ്ഞു. നീയൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ മുടങ്ങിപ്പോയ നിങ്ങളുടെ കല്യാണത്തിന് വീണ്ടും ജീവൻ കൊടുക്കാൻ പറ്റും. സാർ ഇത് എന്താ പറയുന്നത്? മനസ്സിലായില്ലേ? ഞാൻ നമിതയെ വിവാഹം കഴിക്കാൻ പോവാ. അപ്പോൾ ലക്ഷ്മിയെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം നിനക്ക് വരുന്നില്ല ബ്രദർ? ആലോചിച്ച് നോക്ക്. ഹായ് ഗൗരി. ഏട്ടൻ ഈ വഴിയൊക്കെ അറിയാല്ലേ? എന്തുകൊണ്ടായിരിക്കില്ല? ഞാനിതുവഴി പോയപ്പോ നീ ഉണ്ടാക്കുന്ന മസാല ദോശയുടെ മണോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. നിന്റെ കൈപ്പുണ്യം കാരണം ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാലേ നല്ല രുചിയായിരിക്കുമെന്ന് ആൾക്കാർ പറയുന്നത് ഞാൻ എത്ര തവണ കേട്ടിട്ടുണ്ടെന്ന് നിനക്കറിയോ? പുതിയ കഥയുണ്ടാക്കല്ലേ? സത്യം പറഞ്ഞ ആരും വിശ്വസിക്കില്ല, പക്ഷെ പുകഴ്ത്തിയാ വിശ്വസിക്കും. നീ എന്താ ഇങ്ങനെ ആയിപ്പോയത് ഗൗരി? അത് പോട്ടെ, എന്താ വേണ്ടത്? നിന്നെ നീ ഉണ്ടാക്കുന്ന ദോശ. ആഗ്രഹം കൊള്ളാം, വെറുതെ അങ്ങ് തരുവോ? ഒന്നും വെറുതെ കിട്ടില്ല, എന്താഗ്രഹിച്ചാലും കിട്ടില്ല. ഏട്ടന് വാചകം ഇച്ചിരി കൂടുന്നുണ്ട്. അവസരം തരികയാണെങ്കിൽ ഞാൻ എന്റെ കഴിവ് കാണിച്ചു തരാം. അങ്ങനെയാണോ? ശരി, വാ. വന്നേ, വാന്നേ, വാ. തുടങ്ങിക്കോ. അങ്ങനെയല്ല ഏട്ടാ, ഇങ്ങനെയാ. നീ ഇങ്ങനെ ചെയ്താ ഇത് കത്തിപ്പോവോ? പാത്രാണോ? പാത്രമല്ല, എന്റെ മനസ്സ്. ശീലമില്ലാത്ത ജോലികളൊക്കെ ചെയ്ത അങ്ങനെയാ ഏട്ടാ. ഇങ്ങോട്ട് മാറ്, ഞാൻ ചെയ്തോളാം. മാറ്. പിടിക്ക്. ഇതാ. ഒരു നിമിഷം, ചില്ലറ എടുക്കട്ടെ. സാരല്ല, കൈയിരിക്കട്ടെ. ആരോടും കടം വെക്കരുതെന്ന് ഗൗതമേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇതാ പിടിക്ക്. എങ്കിൽ ഞാൻ പോട്ടെ. ഇത്രയും സാരികളോ? എപ്പോ വാങ്ങി വല്യമ്മേ? വല്യച്ഛൻ അറിയാതെ വലിയ ഷോപ്പിംഗ് ആണല്ലോ നടത്തിയിരിക്കുന്നത്. നന്നായിട്ടുണ്ടോ? വല്യമ്മ എന്നെ പോലെ ചുവന്ന് തുടുത്ത് സുന്ദരിയായിട്ടല്ലേ ഇരിക്കുന്നേ. വല്യമ്മയ്ക്കാണെങ്കിൽ ഏത് സാരിയാണെങ്കിലും നന്നായിട്ട് ചേരും. ഹേടി പൊട്ടിപ്പെണ്ണെ, ഈ സാരിയൊക്കെ എനിക്കാണെന്ന് വിചാരിച്ചോ? ഓ, മനസ്സിലായി. ഈ വീട്ടിൽ പുതിയതായി വരുന്ന മരുമകൾക്ക് വേണ്ടിയല്ലേ? അല്ല, നമിതയ്ക്ക് ഈ കളറ് നന്നായിരിക്കോ? നിനക്കിനിയും മനസ്സിലായില്ലെങ്കിൽ എങ്ങനെയാ ശിവാനി? ഈ സാരിയൊക്കെ നിനക്കുള്ളതാ. എനിക്കോ? 6 മാസത്തിലൊരിക്കൽ ഒരു സാരി, അതുപോലും ഏതെങ്കിലും വിശേഷ ദിവസമോ ഉത്സവത്തിനോ ആയിരിക്കും കിട്ടുക. ഇതെന്താ പുതിയതായിട്ട്? ഇത്രയും സാരികള് എന്തിനാ വാങ്ങിയത്? ഒരുപാട് ചെലവായില്ലേ? നാട്ടുകൂട്ടത്തിൽ വെച്ചെടുത്ത തീരുമാനിച്ച വ്യവസ്ഥയും നീ മറന്നുപോയോ ശിവാനി? ഗൗതമിന്റെ വീട്ടിലേക്ക് നീ താമസിക്കാൻ പോകണ്ടേ? അതിന് ഞാൻ പോകുന്നതിനും ഈ സാരികൾക്കും എന്തെങ്കിലും സംബന്ധമുണ്ടോ? ഒരു 4 പെൺകുട്ടികൾക്ക് ഇത്രയും സാരി വാങ്ങിയെന്ന് പറഞ്ഞ കുഴപ്പമില്ല, അതിനൊരു അർത്ഥമുണ്ട്. പക്ഷെ എന്റെ ബാഗിൽ എന്തിനാ ഇത്രയും സാരികളൊക്കെ വെക്കുന്നേ? നീ ഈ പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. നീ ഇപ്പോഴും ചെറിയ കുട്ടിയാണെന്നാണോ വിചാരിച്ചിരിക്കുന്നേ? വിവാഹം കഴിഞ്ഞിട്ട് 16 ദിവസമായി. നീ ഇനിയും ഇങ്ങനെ ഹാഫ് സാരി ഉടുത്ത് നടന്ന നാട്ടുകാരെന്തു പറയും?
ഗൗതമനോടുള്ള ദേഷ്യം കൊണ്ടാ നീ ഇങ്ങനെ നടക്കുന്നതെന്ന് എത്ര പേരോടെന്ന് വെച്ചാ ഞാൻ പറയുന്നേ? അതിനുവേണ്ടി ഞാൻ ഈ ഹാഫ് സാരി എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ സാരികളൊക്കെ ഉടുത്തോണ്ട് ചുറ്റണോന്നാണോ പറയുന്നേ? ഉടുത്തേ പറ്റൂ. എന്തിനാണെന്ന് വെച്ചാ നിന്റെ കഴുത്തില് ഗൗതം താലി കെട്ടിയിട്ടില്ലേ, അതും നീ മാറ്റണം. ഇതെന്തിനാ മാറ്റുന്നേ? മാറ്റിയിട്ട് വീണ്ടും കെട്ടണം. അതായത് ഈ ചരടില് താലി കോർത്തിട്ട് ആ മഞ്ഞൾ കഷ്ണം അഴിച്ചു കളയണം. നിനക്ക് താലി മാറ്റി കെട്ടുന്ന ചടങ്ങ് ഇന്ന് തന്നെ നടത്തിയേ മതിയാകൂ. സുമംഗലികളൊക്കെ വരുന്നുണ്ട്. നീ വേഗം റെഡിയായി വന്നാ നമുക്ക് പോകാം. എങ്ങോട്ട്? അയ്യോ, എത്ര തവണയായി ഇത് ചോദിക്കുന്നേ? ഞാൻ എത്ര തവണയായി ഉത്തരം പറയുന്നു? നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക്. അയ്യോ, വല്യമ്മ ഇത് പറയുമ്പോ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഗൗതമേട്ടന്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഇനി അങ്ങനെ പറയാൻ പാടില്ല. ചേട്ടൻ ചേട്ടൻ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാലേ നിനക്കും വിവരമില്ലെന്ന് പറയും, നിന്നെ വളർത്തിയെടുത്ത എനിക്കും വിവരമില്ലെന്ന് പറയും. ആകെ മൊത്തം എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് പറഞ്ഞാ പോരെ വല്യമ്മേ? നിന്നെ പറഞ്ഞയക്കല്ല മോളെ. അമ്മായി ഇല്ലാത്ത സ്വന്തം വീട്ടിൽ നീ നല്ലൊരു കുടുംബിനിയായി ജീവിക്കാൻ വേണ്ടി നിന്നെ പറഞ്ഞയക്കുക. ദേ നോക്ക്, നിനക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറൊരു ബാഗിൽ എടുത്തോളൂ. പിന്നീട് അതെടുക്കാൻ മറന്നു ഇതെടുക്കാൻ മറന്നു എന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ വേണ്ടി ശ്രമിക്കരുത്. ഇന്ന് അരമണിക്കൂർ മുമ്പ് നേരത്തെ ഇങ്ങ് വന്നില്ല ചേച്ചി. എനിക്ക് മുന്നേങ്ങാനും അവരെത്തിയാലൊന്ന് പേടിച്ചിട്ട് ഞാൻ നേരത്തെ വന്നതാ. ആരാ വരുന്നേ? അതൊന്നും കാര്യമാക്കണ്ട മോളെ. അവർ പറയുന്നത് ഒന്ന് ചെയ്യുന്നത് മറ്റൊന്ന്. അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ. നാട്ടുകൂട്ടത്തില് തീരുമാനിച്ച സ്ഥിതിക്ക് അവര് വാക്ക് മാറ്റില്ല. ഓഹോ, ശിവാനി ഏട്ടത്തെ വീട്ടിൽ വരാൻ പോവാണല്ലേ? വന്നിട്ടുണ്ട്. ഏതോ പുതിയതായിട്ട് വരുന്ന പോലെയല്ലേ പറയുന്നേ? ശിവാനി, ഗൗതമിനോട് തമാശ പറയാം, പക്ഷെ എതിർത്ത് സംസാരിക്കരുത്. ഇന്ന് നടക്കാൻ പോകുന്ന ചടങ്ങുകളൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഭാര്യ ഭർത്താവിനെ പുറത്ത് ജോലിക്ക് ഒന്നും വിടില്ല. ഇന്നത്തെ ദിവസം ഭർത്താവ് ഭാര്യയ്ക്ക് ജോലിയൊന്നും കൊടുക്കുകയില്ല. അല്ല, അങ്ങനെ എന്താ ആചാരമാണ് ചെറിയമ്മേ? ശിവാനിക്ക് താലി മാറ്റി കൊടുക്കാനുള്ളതല്ലേ. ഓ, സന്ധ്യയാകുന്നതിന് മുമ്പ് ആ ചടങ്ങ് ചെയ്തു തീർക്കണം. സന്ധ്യ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ശാന്തി മുഹൂർത്തം വെക്കാലോ. വീണ്ടും എന്തിനാ മുഹൂർത്തം ഒക്കെ? ആദ്യ രാത്രിക്ക് വേണ്ടി. എന്താ ഇത്? നാട്ടുകൂട്ടത്തിൽ തീരുമാനിച്ചത് ഇവരുടെ വീട്ടിൽ താമസിക്കാനാ. ഗൗതം ചേട്ടന്റെ കൂടെ റൂമിൽ ഇരിക്കാനൊന്നും അല്ല. ഒരു കുടുംബം നടത്തുക എന്ന് പറഞ്ഞാലേ കഴിക്കുന്നതും താമസിക്കുന്നതും മാത്രമല്ല, ഭർത്താവിനോടൊപ്പം കഴിയുകയും വേണം. ഇവള് കുറച്ച് പിടിവാശിക്കാരിയാ. കുറച്ചു ദിവസം കഴിയുമ്പോ ഇവളുടെ മനസ്സൊക്കെ മാറിക്കോളും. അങ്ങനെയൊന്നും മാറില്ല. സാരി ഉടുക്കാൻ പറഞ്ഞു, ഞാൻ ഉടുത്തു. മഞ്ഞച്ചരട് മാറ്റി സ്വർണ്ണമാലയിൽ താലി ഇടാൻ പറഞ്ഞാൽ അതും ഞാൻ ചെയ്യും. അതിൽ കൂടുതൽ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ അതൊന്നും ചെയ്യില്ല. അമ്മേ, ഇങ്ങനെ പുറത്തിറങ്ങി നിന്നാൽ പൂജ നടക്കാൻ ലേറ്റ് ആവും. വാ, അകത്തേക്ക് പോ. എല്ലാരും അകത്തേക്ക് വാ. നമ്മുടെ വീട്ടില് വലതുകാല് വെക്കുന്നത് കണ്ടോളൂ. ചിരിയിലെ ചിത്രവർണ്ണ ചിലമ്പിലെ മുത്തുപൊരുത്തെടുക്കാൻ കൂടെ വാ. ഉള്ളം തുള്ളി തുളുമ്പുമി കണ്ണൊരു തന്റെ കണ്ണു പൊത്തി കളിക്കാൻ കൂടെ വാ. കണ്ണാടി ചില്ലത്ത പെണ്ണാളല്ലേ നാടി മുല്ല.
ഏട്ടൻ എന്തിനാ ഇങ്ങനെ ശിവാനിയെ സൂക്ഷിച്ചു നോക്കുന്നത്? എപ്പോഴും ഇവിടെ ഹാഫ് സാരി കൊടുത്ത് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഈ സാരിയെ കൊടുത്ത് കണ്ടപ്പോൾ അതാ തിരിച്ചറിയാനേ പറ്റുന്നില്ല.